ആയിരക്കണക്കിന് പലസ്തീൻകാർ അഭയം തേടിയ ദക്ഷിണ ഗാസയിലെ ഖാൻ യൂനിസ് നഗരത്തിലെ നാസർ ആശുപത്രിയിൽ തിരച്ചിൽ ആരംഭിച്ച ഇസ്രായേൽ സൈന്യം. ആശുപത്രിയിലുള്ളവർക്ക് ഒഴിഞ്ഞുപോകാൻ അനുവദിച്ച സമയം തീർന്നയുടനായിരുന്നു റെയ്ഡ്. ഹമാസ് പ്രവർത്തകർക്കും ബന്ദിയാക്കി ഇവിടെ ഒളിപ്പിച്ച ഇസ്രായേൽക്കാർക്കും വേണ്ടിയാണ് തിരച്ചിൽ. 72 ദിവസമായി നാസർ ആശുപത്രി ഇസ്രായേൽ സേനയുടെ ഉപരോധത്തിലാണ്. ആശുപത്രിയിലുള്ളവർക്ക് ഒഴിഞ്ഞുപോകാൻ അനുവദിച്ച സമയം തീർന്നയുടൻ ആയിരുന്നു റെയ്ഡ്. അതിനിടെ വടക്കൻ ഇസ്രയേലിലെ സഫേദ് സൈനിക കേന്ദ്രത്തിൽ നിന്ന് ഹിസ്ബുല്ല ഭീകരർ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ഒരു ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ സാധാരണക്കാർക്കു നേരെ നടത്തുന്ന ആക്രമണത്തിനെതിരെ UN രക്ഷാസമിതിയിൽ പരാതിപ്പെടുമെന്ന് ലബനൻ വ്യക്തമാക്കി. അതേസമയം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഹിസ്ബുല്ലയുടെ ഒരു മുതിർന്ന കമാൻഡറെയും സഹായിയെയും വധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുല്ല ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇന്നലെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 83 പേർ കൊല്ലപ്പെട്ടതോടെ ഇപ്പോഴത്തെ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം 28,663 പരിക്കേറ്റവർ 68,395. വെടിനിർത്തൽ ചർച്ചകളിൽ തീരുമാനമെടുക്കാത്തതിനാൽ ഈജിപ്ത് അതിർത്തിയിലെ റാഫ നഗരം ഇസ്രായേൽ ആക്രമണ ഭീതിയിലാണ്. ഇതിനിടെ ഗാസയിൽ ഇസ്രായേൽ അതിരുവിട്ട ബലപ്രയോഗം നടത്തി കൂട്ടക്കുരുതിക്ക് വഴിയൊരുക്കുന്നുവെന്ന വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോലിന്റെ പ്രസ്താവനയിൽ ഇസ്രായേൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്.